കൊല്ലം വിളക്കുപാറയിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന 3 പേർ അറസ്റ്റിലായി. മഞ്ഞപ്പാറ സ്വദേശികളായ അനസ്, നാസിം, കടയ്ക്കൽ ആനപ്പാറ സ്വദേശി ഫൈസൽ എന്നിവരാണ് അറസ്റ്റിലായത്. മൂവരും ഏരൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കൊല്ലം വിളക്കുപാറയിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. മഞ്ഞപ്പാറ ഷാജഹാൻ മൻസിലിൽ അനസ്, കടയ്ക്കൽ ആനപ്പാറ ഫൗസിയ മൻസിലിൽ ഫൈസൽ, മഞ്ഞപ്പാറ നാസിം മൻസിലിൽ നാസിം എന്നിവരാണ് പിടിയിലായത്. മൂവരും ഏരൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 15-ന് രാവിലെയായിരുന്നു സംഭവം. വിളക്കുപാറ, അഞ്ചൽ, കടയ്ക്കൽ, ചടയമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന അജ്മി ബസിലെ കണ്ടക്ടറായ റാഷിദ് മൻസിലിൽ റാഷിദിനെയാണ് ഇവർ മർദ്ദിച്ചത്. അക്രമം നടന്ന സ്ഥലത്ത് ബൈക്കിലും സ്കൂട്ടറിലുമായി എത്തിയ 4-അംഗ സംഘം ബസിൽ നിന്നും റാഷിദിനെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ റാഷിദിനെ ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുനലൂരിലെ താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചത്. പ്രണയത്തിലായിരുന്ന പെൺകുട്ടിയുടെ പേര് പറഞ്ഞാണ് മർദ്ദിച്ചതെന്നും ബസിൽ നിന്നും വലിച്ചിറക്കി റബ്ബർ കമ്പ് ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും റാഷിദ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. വ്യാഴാഴ്ചയാണ് ഏരൂർ സ്റ്റേഷനിലെത്തി ഇവർ കീഴടങ്ങിയത്. കേസിലെ മറ്റൊരു പ്രതിയായ മഞ്ഞപ്പാറ സ്വദേശി നജീബ് നേരത്തെ കോടതിയിൽ നിന്നും ജാമ്യം നേടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.